അത് ഞാൻ ശ്രീ അഷ്റഫ് കടക്കലിലേക്ക് പോകുന്നു. ശ്രീ അഷ്റഫ് കടക്കൽ, ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധഭീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞേറ്റുമുട്ടുകയാണ് ഇറാനും ഇസ്രയേലും. അമേരിക്ക ഏത് സമയമാണ് യുദ്ധത്തിൽ പങ്കാളികളാവുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ട്രംപാണ്, ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ പോയാൽ എന്താകും ഇതിന്റെ അന്തിമ ഫലശ്രുതി എന്നാണ് ഭയക്കേണ്ടത് ശ്രീ അഷ്റഫ് കടക്കൽ? എനിക്കിപ്പോൾ തോന്നുന്നത് ഒമാനിൽ നടന്ന ന്യൂക്ലിയർ ചർച്ച, ഇറാനുമായി പ്ലാൻ ചെയ്തിരുന്ന ന്യൂക്ലിയർ ചർച്ച ഒരു ട്രാപ്പായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രതികരിച്ചതുപോലെയല്ല ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റും മറ്റു പ്രതികരണങ്ങളും. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് അഥവാ ഫോറിൻ സെക്രട്ടറിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മാത്രം പ്രസ്താവനയാണ് നമ്മൾ ആദ്യം ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന തരത്തിൽ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ അമേരിക്കൻ കോൺഗ്രസ്സിൽ നടന്ന ചർച്ചയിൽ അവിടുത്തെ ഡെമോക്രാറ്റ് പ്രതിനിധികളും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രതിനിധികളും അടക്കം ഒന്നടങ്കം വിമർശിച്ച ആംസ് ഡീലുണ്ട്. $7 ബില്യൺ ആംസ് ഡീല്. ആ ആംസ് ഡീല് ഏതാണ്ട് 40,000-ഓളം ബോംബുകൾ ഇസ്രായേലിന് നൽകുകയാണ്. അപ്പോൾ ഈ ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ഇറാൻ അറ്റാക്ക്, ഇസ്രയേലിലൂടെ ഒരു പ്രോക്സി അറ്റാക്ക് അമേരിക്ക നടത്തിയതാണെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ട്രംപ് ചർച്ച ആരംഭിച്ച് 61ാമത്തെ ദിവസമാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്ത് ന്യൂക്ലിയർ ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടു. കാരണം ഇതേ ബറാക് ഒബാമ ഉണ്ടാക്കിയ സമാധാന ന്യൂക്ലിയർ കരാറിനെ റദ്ദ് ചെയ്തത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതേ ഡൊണാൾഡ് ട്രംപ് തന്നെ പുതിയ ഒരു കരാറിന് അദ്ദേഹത്തിൻ്റെ സമയത്ത് അതിനെ ഇറാനെ വഴക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ അമേരിക്കയുടെ വരുതിയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം, ഇറാനെ സമ്പൂർണമായും നിരായുധമാക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ അവർക്കുണ്ടായിരുന്ന ചില ശാക്തിക ചേരികളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു നോൺ സ്റ്റേറ്റ് ഏജൻറ്റ് വഴിയായിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായി ലെബനോനിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയെ, ഹസൻ നസ്രുള്ളയെ തകർത്തതോടുകൂടി ഹിസ്ബുള്ള ഇപ്പോൾ നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. ഇറാൻ്റെ വളരെ അടുത്ത ഐഡിയോളജിക്കലിയും അതുപോലെ മറ്റു തലത്തിലും ഇറാൻ്റെ ഏറ്റവും അടുത്ത ഒരു അലയായിരുന്ന സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ തരത്തിൽ എന്തായാലും അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാം, റഷ്യയോ ചൈനയോ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇറാനെ നേരിട്ട് യുദ്ധത്തിൽ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകില്ല എന്നും അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ നോൺ സ്റ്റേറ്റ് പാർട്ടീസിനെ നിശബ്ദമാക്കുകയും അല്ലെങ്കിൽ അവരെ വാർ ഫ്രണ്ടിലുണ്ടായിരുന്ന എല്ലാ അർത്ഥത്തിലും ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടായിരുന്ന ഇറാഖിലും ലെബനോനിലും അതുപോലെ തന്നെ സിറിയയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ശക്തികളെ, മിലീഷ്യകളെ ഒക്കെ തന്നെ യുദ്ധമുഖത്ത് നിന്ന് നിർവീര്യമാക്കിക്കൊണ്ട് ഒരു പുതിയ റീഷേപ്പിംഗ് ദ മിഡിൽ ഈസ്റ്റ് എന്നാണല്ലോ, റീഷേപ്പിംഗ് ദ റീജിയൻ എന്നാണല്ലോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ഏറ്റവും ഒരു ജിയോ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ അജണ്ട സാധൂകരിക്കാൻ 1500 അല്ലെങ്കിൽ 1300-നും 500-നും ഇടയ്ക്ക് എയർ ഡിസ്റ്റൻസ് ഉള്ള ഇറാനിലേക്ക് മിസൈലുകൾ അയക്കുക, ഒരിക്കലും ഇറാനും ഇസ്രായേലും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ഉണ്ടായിരിക്കുമ്പോൾ എന്തിനായിരുന്നു ഇത്ര എമർജൻസി ആയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു കടന്നാക്രമണം, ഒരു അഗ്രഷൻ എന്തിനായിരുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു 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 പ്രൊവോക്ക് അമേരിക്കയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്തത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ബാഹ്യമായി പറയുന്നത് ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞാൽ ഇറാൻ
പിന്നെ എന്താണ് ആറ്റോമിക് ബോംബ് നിർമ്മിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആറ്റോമിക് പരീക്ഷണം നടത്തുന്നതിൻ്റെ ഒരു സക്സസ്ഫുൾ പരീക്ഷണത്തിൻ്റെ പടിവാതിൽക്കലായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളും അതുപോലെ ആണവ സയൻറ്റിസ്റ്റുകളും പൊളിറ്റിക്കൽ എക്സ്പെർട്ടുകളും ഒക്കെ തന്നെ അത് അടിസ്ഥാനരഹിതമായിരുന്നു. അത് 2010 അമേരിക്ക ഇറാഖിൽ ഇടപെട്ടപ്പോൾ, അല്ലെങ്കിൽ രണ്ടാം ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിനെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന ഒരു ഭീതി ഉയർത്തിക്കാട്ടി ജോർജ് ബുഷ് ഇറാഖിനെ തകർത്തതിന് സമാനമായ ഒരു സാഹചര്യം നമുക്കറിയാം. 7 ലക്ഷം ആളുകളെയാണ് അതിൽ കുരുതി കൊടുക്കപ്പെട്ടത്. ഒരു യുദ്ധത്തിന് ശേഷം അതിനുശേഷം അന്നത്തെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ചെയർമാനായിരുന്ന എൽ ബറാദി വളരെ കൃത്യമായി അന്ന് പറഞ്ഞു, ആറ്റോമിക് പിന്നെ എന്താണ് ആറ്റോമിക് ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ്, അതാണല്ലോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസിൻ്റെ യാതൊരു തരിമ്പും ഇറാഖിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം കൃത്യമായി അന്ന് ടോണി ബ്ലെയർ യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഡൊസയർ കൊണ്ടുവരുന്നു. അതിലും അപ്പോൾ ഇതെല്ലാം വ്യാജമായിരുന്നെന്നും ഇതെല്ലാം തന്നെ ഇറാഖിനെ നശിപ്പിക്കാനുള്ള ചില ന്യായീകരണങ്ങളായിരുന്നുവെന്നും ലോകത്തിൻ്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടലായിരുന്നുവെന്നും ഒക്കെ പിന്നെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ഏതാണ്ട് ലോകത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നു, അമേരിക്കയ്ക്ക് ഭീഷണിയാണ്, റീജിയണ് ഭീഷണിയാണ് എന്നെല്ലാം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ നീണ്ടകാലത്തെ ഉപരോധത്തെ തുടർന്ന് ഇറാൻ അതിൻ്റെ സാമ്പത്തിക ശേഷി ഏതാണ്ട് വളരെ ക്ഷയിച്ചിരിക്കുന്ന, വളരെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ പിന്നെ ആംസും അമ്യൂണിഷൻസും സമ്പാദിക്കുന്നതിന് വേണ്ടി ഇറാൻ എക്കോണമി അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇപ്പോൾ നടത്തിയതിന്റെ ചോദ്യം എന്തായാലും അമേരിക്ക അറിയാതെ നടത്തില്ല എന്നാലും ഉറപ്പാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ഇതൊരു ഗ്രാൻഡ് ഡിസൈനർ ഉറപ്പായും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടനശീകരണ ആയുധങ്ങൾ തേടി ഇറാഖിലേക്ക് പോയി, അവിടെ എല്ലാം നശിപ്പിച്ചു, 7 ലക്ഷം മനുഷ്യരെ കൊന്നു, സദ്ദാമിനെ കടപുഴക്കി. അതിനുശേഷം ചോദിച്ചപ്പോൾ കൂട്ടനശീകരണ ആയുധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടനശീകരണ ആയുധം ഇല്ല എന്ന് വ്യക്തമായി എന്നൊരു പ്രതികരണം എവിടെയോ കണ്ടു.